ഗൈസ്, അപ്പോൾ ഈജിപ്തിൽ നിന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കൈറോയിലുള്ള ദർവാസ എന്ന് പറഞ്ഞ ഏരിയയിലാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമ് കിടക്കുന്ന പള്ളിയുടെ അടുത്തായിട്ടാണ് കേട്ടോ. ഇവിടെ ഭയങ്കര വലിയ ടൂറിസ്റ്റ് ഏരിയയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഒരുപാട് തെരുവ് കച്ചവടങ്ങളും ഒരുപാട് കച്ചവട സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ ദസ്ബികൾ കാണാൻ കഴിയും. ഇത് വളരെ ഒരു കൂക്കിൻ്റെ മരം കൊണ്ട് ഉണ്ടാക്കുന്ന ദസ്ബിയാണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ അറിയിക്കുക, ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നതാണ്. അടുത്തും ഉണ്ടാവും കേട്ടോ. അധികം എല്ലാ ആൾക്കാർക്കും തന്നെ ദസ്ബി ഉപയോഗിക്കുന്നവരാണ് ഇവർ. അങ്ങനത്തെ കൂക്കൊണ്ടുള്ള ദസ്ബി നല്ല അടിപൊളി സാധനമാണ്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ പള്ളി കേട്ടോ. നല്ല പുറത്തൊക്കെ ഭയങ്കര വിശാലമായിട്ടുള്ള സ്ഥലമാണ്. നല്ല അടിപൊളി ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. നേരത്തൊക്കെ ഇവിടെ ഫുള്ള് ആളുകളായിരിക്കും കേട്ടോ. നല്ല ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുള്ള ഒരു ഏരിയയാണ്. ഇതാണ് ഹുസൈൻ മസ്ജിദ് എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു അടിപൊളി പള്ളിയാണ്. ഇത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്കാമാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ഫുള്ള് വിശാലമായിട്ടുള്ള മാർക്കറ്റുകളാണ്. ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള വലിയ മാർക്കറ്റാണ് ഇവിടെ. അംബ്ര എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനമാണ്. 10 രൂപ എങ്ങാണ്ടുള്ളൂ. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. ഇവിടുത്തെ ഒരു സാധനമാണ്. പുകയ്ക്കാനുള്ള ഓരോ സാധനങ്ങൾ കണ്ടില്ല. ബഹൂർ ദിവ്യക്കം മാശ്ര 110 പൗണ്ട്. കഹവയും അതുപോലെ തന്നെ ഹുക്കയൊക്കെ ഉപയോഗിക്കാനുള്ള സ്ഥലങ്ങളാണ്. വൈകുന്നേരം ആവണം ഇതൊക്കെ റെഡി ആവണമെങ്കിൽ. അവിടെ കണ്ട ജ്യൂസ് ഇല്ല, അത് ഈ സാധനം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എന്താ പറയാന്നറിയില്ല, അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണത്. വലിയ ദസ്ബിഹാലൊക്കെ നോക്കി, ഭയങ്കര വലുപ്പമുള്ള. വെള്ളിയുടെ മറ്റൊരു ഭാഗത്തായിട്ടുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹാൻ ഹലീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരുന്നൊരു മാർക്കറ്റാണ് കേട്ടോ. റേറ്റൊക്കെ അത്യാവശ്യം നല്ല കൂടുതലാണ്. സുവനീറുകളും ട്രഡീഷണൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മാത്രം വെക്കുന്നൊരു കട. ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങളുണ്ട്. എന്താ സാധനം ഒന്നും അറിയില്ല കേട്ടോ. ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വെക്കുന്ന സാധനമാണ്. എന്തൊക്കെയുണ്ട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കടകൾ ഇട്ടുണ്ട്. ഭയങ്കര വെറൈറ്റി സാധനങ്ങൾ, ഭയങ്കര മനോഹരമായിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ് തോന്നുന്നു. വലിയ വിശാലമായിട്ടുള്ള മാർക്കറ്റാണ്. ഉള്ളുകൾക്കൊക്കെ ഫുള്ള് ചെറിയ ചെറിയ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു ഉള്ളേരിയ കൂടെ ഒക്കെ വന്നാണ്. ഓരോ ആഭരണങ്ങൾ വിൽക്കുന്ന കടയാണ്. സ്വർണവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കടയാണ്. സ്വർണത്തിനൊക്കെ നമ്മുടെ നാട്ടിലത്തേക്കാളും വില കൂടുതലാണ്. 1 ഗ്രാമിന് ഏകദേശം 7000 മുകളിലൊക്കെ ഉണ്ട്. ഇവിടുത്തെ 4000 പൗണ്ടൊക്കെയാണ്. സാധനങ്ങൾക്കൊക്കെ നമ്മുടെ നാട്ടിലത്തേക്കാളും ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ ഐറ്റംസ്. ഭയങ്കര പുരാതനമായിട്ടുള്ള മാർക്കറ്റാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള മാർക്കറ്റാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരിക്കലും ഇവിടെ വരാതെ പോകരുത്. ഭയങ്കര മനോഹരമായിട്ടുള്ള മാർക്കറ്റാണ്. ഇപ്പോൾ പെർഫ്യൂം കടയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉള്ളൊരു കടയാണ്. മനോഹരമായിട്ടുള്ള ചെറിയ അത്ര നിറയ്ക്കുന്ന കുപ്പികളൊക്കെ ഉണ്ടല്ലോ. നല്ല രസമുണ്ട് ചെറിയ ചെറിയ കുപ്പികൾ. ഫോണൊക്കെ നല്ല സൂക്ഷിച്ച് കെയർ ചെയ്യണം. ഭയങ്കര പോക്കറ്റടിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. എല്ലാവരും കീപ്പ് ചെയ്ത് പോവാം. ഡ്രസ് കടയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പർദ്ദകളും ഒരുപാട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ലേഡീസിന്റെ കന്തൂറുകളൊക്കെ വിൽക്കുന്ന ഒരു കട. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കന്തൂറുകളുണ്ട്. ഇവിടുത്തെ ഒരു മോഡൽ വേറെ മോഡലാണ് കേട്ടോ. ഇവിടുത്തെ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ തന്നെ ഒരുപാട് കാണാൻ കഴിയും. അതുപോലെ ഇവിടെ ഒരു കഫേ ഒക്കെ ഉണ്ട്. ബസ്ഫൂത്ത് എന്ന് പറഞ്ഞിട്ട്. ബസ്ഫൂറ ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കടകളുണ്ട്. ഓരോ ഉള്ളിൽ പോയാലും ഒരുപാട് സെപ്പറേറ്റ് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കടകൾ കാണാൻ കഴിയും. ഭാഗത്തേക്ക് അധികം ഹോൾസെയിൽ ഷോപ്പുകൾ പോലെ ഉണ്ട് കേട്ടോ. അധികം ഹോൾസെയിൽ ഷോപ്പാണ് തോന്നുന്നു. ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കന്തൂറുകളൊക്കെ ഉണ്ട് കേട്ടോ. ദീപിക്കാം തുൽത്തുമിയ സിത്തുമിയ. ഇത് 300 കേട്ടോ. തുൽത്തുമിയ ദി 500 500 300 600 ഒക്കെയാണ് റേറ്റ് ഓരോ കന്തൂറകളുടെ. ഓരോ മൃഗങ്ങളുടെ തോലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് ഒറിജിനൽ ആണെന്ന് അറിയില്ല. ഒറിജിനലാന്ന് പറഞ്ഞു. ഫോക്സിന്റെ ഒക്കെ ഇതാന്ന് പറയുന്നത് കേട്ടോ.
നല്ല അടിപൊളി സാധനം കേട്ടോ, സൂപ്പർ. കഫേ കണ്ടില്ലേ, ഭയങ്കര മനോഹരമായിട്ടുള്ള സൂപ്പർ കഫേ കേട്ടോ. ചെറിയ ചെറിയ പിള്ളേരടക്കം ഇങ്ങനെ പണിയെടുക്കണ കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. വളരെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് രാത്രി ഇവിടെ നല്ല അടിപൊളിയായിരിക്കും. അവര് പാട്ടും അതുപോലെ തന്നെ കഹുവയും കുക്കയൊക്കെ ആയിട്ട് വേറെ ലെവലായിരിക്കും. രാത്രി നല്ല രസമാണ്. ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ പോയിന്റ് ആണ് ഇവിടെ. കഫേസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഒരുപാട് ചെറിയ ചെറിയ കച്ചവടക്കാരും നല്ല തിരക്കുള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഭക്ഷണം ഇവിടെ വെറുതെ കൊടുക്കുകയാണ്. ഒരുപാട് പാവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഭക്ഷണം വെറുതെ കൊടുക്കുന്നതൊക്കെ കാണാൻ കഴിയും ഇവിടെ. നമുക്ക് ഓരോ ഇങ്ങനെ കപ്പുകൾ നമ്മുടെ പേര് എഴുതിയിട്ടൊക്കെ അങ്ങനെ തരും കേട്ടോ. അത് ഏത് പേരിലാണോ അത് ഉണ്ടാക്കി തരും. പിന്നെ ഒരുപാട് മോതിരങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. പിന്നെ ഇവിടുത്തെ തൊപ്പികളും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല റേറ്റ് കുറവാണ്. നമ്മുടെ നാട്ടിലത്തെ അപേക്ഷിച്ച് നല്ല കുറവാണ്. ഇവിടെ കണ്ട എന്തോ ഒരു മൃഗത്തിന്റെ തോലാണ്, അതില് ഖുർആനൊക്കെ എഴുതിയിട്ട്. ഷവർമ്മയൊക്കെ വെക്കുന്ന ഒരു കടയാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഷവർമ്മ എന്ന് പറയുമ്പോൾ വേറെ ഒരു ഇതാണ്. ഒരു മുളകും ഉണ്ടാവില്ല, ഉപ്പുണ്ടാവില്ല, അങ്ങനത്തെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഇവിടുത്തെ 60 രൂപയ്ക്കാണ്, നമ്മുടെ നാട്ടിലത്തെ 100 രൂപ ആ റേറ്റ് ഒക്കെയാണ് ഇവിടുത്തെ ഷവർമ്മയ്ക്ക്. പള്ളിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ കച്ചവടങ്ങളാണ്. ഭക്ഷണം വെറുതെ വിതരണം ചെയ്യുന്ന കാഴ്ചകളാണ്. പാവങ്ങൾക്കൊക്കെ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഭക്ഷണം വെറുതെ വിതരണം കൊടുക്കുന്നത് കാണാം. വഴി കൂടെ പോണവർക്ക് കൊടുത്തോട്ടെ. അതാണ് സാധനം. ഐസും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പരിപ്പുവട പോലത്തെ ഒരു സാധനമാണ്. അവരെല്ലാവർക്കും കൊടുത്തിട്ട് പോവാണ് വഴിയിലുള്ളവർക്കൊക്കെ. കേട്ടോ അങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറെ ഇങ്ങനെ ഭക്ഷണം വെറുതെ ഇങ്ങനെ വിതരണം ചെയ്ത് പോകും. നല്ല തിരക്കാണ് ഇവിടെ, ഫുള്ള് തിരക്കാണ്. വേറെ വിതരണം ചെയ്യാണ്. അതുപോലെ മെയിൻ ഐസാണ്. ഐസിൻ്റെ കൂടെ ഓരോ ഇത് മേടിക്കാൻ വരുന്ന ആൾക്കാരാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. പരിസരത്ത് നമുക്ക് ഇതുപോലെ ഒരുപാട് കാണാൻ കഴിയും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവർ അങ്ങനെ വിതരണം കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മുട്ടായിക്കടവാണ് കേട്ടോ. ജിലേബി പോലത്തെ സാധനങ്ങളിലെ നമ്മുടെ പരിപ്പും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഇവിടെ. മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. ആഭരണങ്ങളൊക്കെ വെക്കുന്നു. ഇവിടുത്തെ ഒരു ചെറിയ ഉസ്കൂർ എന്ന് പറഞ്ഞു ചെറിയൊരു കിളിയാണ് കേട്ടോ. അതിന് വേവിച്ച് കൊടുക്കുന്ന കാഴ്ചയാണ്. ചെറിയൊരു കിളിയാണ് വേവിച്ചിട്ട് കൊടുക്കുക. ഒന്നിനത്ര 5 രൂപ 8 രൂപ ഒക്കെയാണ് ഇവിടുത്തെ പൗണ്ട്. ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ വേറൊരു സ്ഥലമാണ്, ഫുഡ് ഇങ്ങനെ വെറുതെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഇങ്ങനെ പട്ടിണി കിടക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. നല്ല ഫുഡൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങൾ കാണാൻ കഴിയും ഇവിടെ. വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.